ഞാനൊരു അടിപൊളി കപ്പപ്പുഴുക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ എടുത്ത് ചെറുതാക്കി മുറിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ വെക്കാം. ഒരു 4-5 വിസിൽ വരുന്ന വരെയാണ് വേവിക്കേണ്ടത്. ഇത് എന്നിട്ട് നമുക്ക് വിസിൽ വരുമ്പോൾ ഒന്ന് ഓഫ് ചെയ്തിടാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ വിസിലൊക്കെ ആവിയൊക്കെ നന്നായിട്ട് പൊയ്ക്കോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കി എടുക്കാം. അതേപോലെ കുറച്ച് വെളുത്തുള്ളി നന്നാക്കി മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ഒരു കപ്പ തുറന്ന് നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇരുമ്പ് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഈ വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റുക കേട്ടോ. ഇനി അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഈ കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല വെന്ത കപ്പയാണ്. ഇതിട്ട് നമുക്കതിനെ നന്നായിട്ട് ഇളക്കണം. കുറച്ച് കപ്പയൊക്കെ ഉടഞ്ഞാലും കുഴപ്പമില്ല. നന്നായി അതിൽ ഈ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വരട്ടെ. നമുക്കിതിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതേപോലെ തന്നെ ഡിന്നറായിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ 4 മണിക്ക്